നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഇപ്പോൾ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന തിരക്കിലാണ്. ചില ചാനലുകൾക്കൊക്കെ അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച തന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഇന്റർവ്യൂ നൽകണം, അതായത് പത്രപ്രവർത്തകരായതുകൊണ്ട് അങ്ങനെ നൽകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശശി തരൂരിനെ കൂടി ചില വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിളിച്ചിരുന്നു. എന്നാൽ ശശി തരൂരിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ശശി തരൂരിൻ്റെ ഇന്റർവ്യൂ ഭാരത് ലൈവിന് തരില്ല എന്ന് ശശി തരൂർ പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ നിരന്തരമായി വാർത്ത ചെയ്യുന്നു എന്നാണ് പരാതി. അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ ഒരു വാർത്തയും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരികളായിരുന്ന ചിലർ വന്ന് നമ്മളോട് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്ന ഇന്റർവ്യൂകളിൽ അവർ പറയുമ്പോൾ അത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മമല്ല. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ശശി തരൂരിനെതിരെ വാർത്ത കൊടുത്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷെ അവരോടൊന്നുമില്ലാത്തൊരു വൈരാഗ്യം ശശി തരൂർ ഇപ്പോൾ ഭാരത് ലൈവിനോട് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം പകരുന്നതാണ്. കാരണം ഇത്രയും കാലം ആരെന്ത് പറഞ്ഞാലും കാര്യത്തിലെടുക്കാത്ത ശശി തരൂർ ഭാരത് ലൈവ് പറയുന്നതിനെ പേടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശശി തരൂരിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരുന്ന തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആരോപണമൊക്കെയാണ് അന്ന് നമ്മൾ കൊടുത്തിരുന്നത്. അതിനുശേഷം ശശി തരൂർ BJP-യിലേക്ക് പോകാൻ പലവട്ടം കോപ്പ് കൂട്ടിയിരുന്നു എന്ന വാർത്ത നമ്മൾ നൽകി. അദ്ദേഹം ഈ വാർത്തകളൊന്നും തന്നെ നിഷേധിച്ചിട്ടുമില്ല. ഏതായാലും നമുക്ക് ഇന്റർവ്യൂ തരില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ അങ്ങനെ ബഹളം വെച്ചോ വാശി പിടിച്ചോ ഭീഷണിപ്പെടുത്തിയോ വാങ്ങിക്കേണ്ട ഒന്നല്ല ഇന്റർവ്യൂ എന്നുള്ളത് കൊണ്ട് തന്നെ, പൈസ വാങ്ങിയൊന്നും ചെയ്യേണ്ട ഒന്നല്ല ഇന്റർവ്യൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലൊരു ശ്രമവും നടത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യക്തമാകുന്നത് ഞങ്ങളെ ഭയക്കുന്നു. ഞങ്ങളൊരു കൊച്ചു ചാനലാണ്. 2.5 വർഷത്തിലേറെയായി ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. പലരും ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങളുടെ വാർത്തകൾ വിശ്വാസയോഗ്യമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നതെന്ന്. ഇന്നും രാവിലെ ഒരാൾ വിളിച്ചു പറഞ്ഞു, 1-2 മറ്റു ചാനലുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അവർ കൊടുക്കുന്ന വാർത്തയേക്കാൾ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വാർത്തയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ശശി തരൂരിൻ്റെ ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസ്യത കൊണ്ട് തന്നെയാണ് ശശി തരൂർ അതിനെ ഭയക്കുന്നത്, ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരുന്നതിനെ ഭയക്കുന്നത് എന്ന് തന്നെയാണ്. ഏതായാലും ശശി തരൂരിൻ്റെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ്, ഇനിയും എടുക്കേണ്ട തന്നെയാണ് ഞങ്ങളുടെ തീരുമാനവും. ഞങ്ങളുടെയും തീരുമാനം അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ള അവസരം നമ്മൾ നൽകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചത്. പക്ഷേ അദ്ദേഹം വരാൻ തയ്യാറല്ല. ബാക്കി ഒരു മാധ്യമങ്ങളോടും അദ്ദേഹത്തിന് ദേഷ്യമില്ല. നമ്മുടെ മാധ്യമത്തിനോട് മാത്രം അത്തരത്തിലൊരു ദേഷ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കുറിക്കുകൊള്ളുന്നുവെന്ന് തന്നെ മനസ്സിലാക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസ്യത ഞങ്ങളുടെ വാർത്തകളിലാണ്. ആ വിശ്വാസ്യത ഒരിക്കലും നിങ്ങൾക്ക് ഒരു തരത്തിലും പണം നൽകിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടോ ഞങ്ങളെ തിരുത്താനോ മറ്റേതെങ്കിലും ചെയ്യാനോ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ പത്രപ്രവർത്തനവും മാധ്യമധർമ്മവും ഇങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സാധാരണ യൂട്യൂബ് ചാനലുകാരെ പോലെയല്ല, ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമ പ്രവർത്തനം പഠിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫുകളായി, സ്ഥിരം സ്റ്റാഫുകളായി ഉള്ളത്. അല്ലാതെ ചിലരെ ഞങ്ങൾ ചിലപ്പോൾ ഹയർ ചെയ്ത് ചില അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ ചാനൽ വഴി നടത്താറുണ്ട്. പക്ഷെ മാധ്യമപ്രവർത്തനം അടിസ്ഥാനമായി എടുത്ത മാധ്യമപ്രവർത്തനം പഠിച്ചിട്ടുള്ള വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ, മുൻനിര മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. മാധ്യമപ്രവർത്തനം പഠിച്ചിട്ടുള്ള നിരവധി മുൻനിര മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഭാരത് ലൈവ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ തളർത്താനോ പേടിപ്പിക്കാനോ, സാധാരണ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അങ്ങ് തകർത്ത് കളയാനോ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പേടിപ്പിക്കലും ഞങ്ങളോട് നടക്കില്ല. ഞങ്ങൾക്ക് ഇന്റർവ്യൂ തരാതിരുന്നാൽ ഞങ്ങൾ സത്യം വിളിച്ചു പറയാതിരിക്കും എന്ന തോന്നലും ആവശ്യമില്ല. ഇനിയും സത്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും.